നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ഗ്രൗണ്ട് റിയാലിറ്റി കൂടി നമുക്ക് പരിശോധിക്കാം. ഷെഫീദ് റാവത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെഫീദ്, വീണ്ടും താങ്കൾക്ക് സ്വാഗതം. ശരിക്കും ഇവിടെ ഒരു വലിയ ഗൗരവമായൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം ചർച്ച ചെയ്തു പോകാവുന്ന ഒരു വിഷയം തന്നെയാണ്. എന്താണ് ഗ്രൗണ്ടിൽ, അതായത് ഒരു കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ? ഈ ഡീൽ വിവാദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ടല്ല ഈ ഡീൽ വിവാദം കേൾക്കുന്നത്. മുൻപ് പല തെരഞ്ഞെടുപ്പുകളിൽ അതിൽ ഈ പറയുന്ന നേമം പറവൂർ ഡീലും നേമം വട്ടിയൂർക്കാവ് ഡീലും ഒക്കെ പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഈ വി ഡി സതീശനാണ് ഒരു അഭിമുഖത്തിൽ ഡീൽ വിവാദത്തിന് തുടക്കം കുറിക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് അങ്ങനെ കടക്കാറില്ല. CPM ആണ് ഈ ഡീൽ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡീൽ കാര്യം ഉയർത്തിക്കൊണ്ട് കടന്നാക്രമിക്കാറ്. പക്ഷേ ഇവിടുത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വി ഡി സതീശൻ പാലക്കാട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഡീൽ വിവാദം ഉയർത്തുന്നു. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത് വി ഡി സതീശൻ ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന് ഇൻസ്റ്റിങ്ക്റ്റായി പറഞ്ഞൊരു കാര്യമൊന്നുമല്ല. വി ഡി സതീശന് കൃത്യമായി ഇക്കാര്യത്തിൽ, അതല്ലെങ്കിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കെങ്കിലും കൃത്യമായി ഡീൽ വിവാദം ഉയർത്തിയാൽ ചില മണ്ഡലങ്ങളിൽ അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ള ഒരു അഭിപ്രായം, എങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഡീൽ വിവാദം ഇപ്പോഴല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ CPM ഉയർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നേമത്തായിരുന്നു. കാരണം നേമത്ത് വൈഷ്ണവ് സുരേഷോ ജയസഖലിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇട്ടാൽ സ്വാഭാവികമായും CPM ആയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഡീൽ വിവാദം ഉയർത്തുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വി ഡി സതീശൻ തന്നെ KS ശബരിനാഥിന് വേണ്ടി CEC-അടക്കം വാദിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ KS ശബരിനാഥിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേമത്തിട്ടുകൊണ്ട് ഡീൽ വിവാദം എന്നുള്ള അതായത് CPM-ന്റെയും BJP-യുടെയും അടക്കം ആരോപണം അത് ഖണ്ഡിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ കോൺഫിഡൻസോടുകൂടി ഈ ഘട്ടത്തിൽ ഡീൽ വിവാദം ഉയർത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM ഇപ്പോൾ വി ഡി സതീശനെ അടക്കം കടന്നാക്രമിക്കുന്നുണ്ട്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ലോക റെക്കോർഡ് കിട്ടാൻ വേണ്ടി നുണ പറയുന്നയാളാണ് വി ഡി സതീശൻ. മാത്രമല്ല വി ഡി സതീശനെ ഈ വിഷയം ഉയർത്തി തന്നെ ക്യാമ്പയിനായി നാളെ മുതൽ DYFI ഈ ഡീൽ വിവാദത്തെ ചൊല്ലി തന്നെ DYFI അവരുടെ ക്യാമ്പയിനൊക്കെ ആരംഭിക്കുന്നുണ്ട്. ആ രീതിയിൽ വി ഡി സതീശന്റെ ആ ഡീൽ വിവാദം എന്നുള്ള ക്യാമ്പയിനെ, അതല്ലെങ്കിൽ CPM BJP എന്നുള്ള ക്യാമ്പയിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഡീൽ വിവാദം ഉയർത്തി ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരം സെൻട്രൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും അവസാനത്തെ ലാപ്പിൽ, തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ ഏറ്റവും അവസാനത്തെ ലാപ്പിൽ ഇങ്ങനെ ഒരു നറേറ്റീവ് ഏതൊക്കെ രീതിയിലാണ് യേശുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ ആന്റണി രാജു എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് തീരദേശത്തെ വോട്ടൊക്കെ തിരികെ പിടിച്ച് തങ്ങളുടെ പോക്കറ്റിലേക്ക് ഉറപ്പിക്കാൻ CPM-നും LDF-നും കഴിഞ്ഞത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ലാപ്പിൽ ഏതെങ്കിലും തരത്തിൽ ആ ഡീൽ വിവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ CPM അനുവദിക്കുന്നില്ല എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ അതേസമയം കോൺഗ്രസിനകത്തും കോൺഗ്രസ് ക്യാമ്പിലും ഷെഫീദ് ഇപ്പോൾ സൂചിപ്പിച്ചു, ഡീൽ വിവാദം കേരളത്തിൽ ഒരു പുതിയ സംഭവമല്ല. അത് നിരന്തരമായി പല തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. പക്ഷേ ഇത്തവണ ഡീൽ വിവാദം ഉണ്ടായപ്പോൾ ചില നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധേയമായി. ഇപ്പോൾ ഉദാഹരണത്തിന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അദ്ദേഹത്തോട് ചോദിച്ചു ഏതൊക്കെ സീറ്റുകളിലാണ് ഈ വെച്ചുമാറൽ അല്ലെങ്കിൽ ഈ ഡീൽ നടക്കുന്നത് വെച്ചപ്പോൾ അദ്ദേഹം ഇന്ന് മറുപടി പറയാതെ പോയി. എൻ്റെ ചോദ്യം ഇതാണ് ഷെഫീദ്, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിനോട് ഈ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാണം കെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ്. അതൊരു രാഷ്ട്രീയമായ ഒരു അപഹസിക്കൽ മാത്രമായി മാറ്റി നിർത്തിയാൽ ഇതിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ എന്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാകാതിരുന്നത്? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ലല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, എന്തുകൊണ്ടായിരിക്കാം? ജി കെ ഈ പറഞ്ഞു തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവന്നതിന്റെ തുടർച്ച എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഏതൊക്കെ നേതാക്കൾ ഈ ഡീൽ വിവാദത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ അതിനെ ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10 മണ്ഡലങ്ങളിൽ ആ ഡീലുണ്ടെന്ന് വി ഡി സതീശൻ സുവ്യക്തമായി പറയുമ്പോൾ ഇന്ന് രാവിലെ എയർപോർട്ടിലേക്ക് സണ്ണി ജോസഫിന്റെ പ്രതികരണം എടുക്കാൻ പോയത് ഞാൻ അദ്ദേഹത്തോട് എടുത്തു ചോദിക്കുന്നുണ്ട്, ഡീൽ വിവാദം അത് താങ്കൾ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കാതെ പോവുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, രമേശ് ചെന്നിത്തല എവിടെ? സാധാരണഗതിയിൽ കേരളത്തിന്റെ പൊതുചിത്രത്തിൽ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന രമേശ് ചെന്നിത്തല നമ്മൾ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. അടൂർ പ്രകാശ് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. KC വേണുഗോപാൽ ഇന്ന് രാവിലെ KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒറ്റ വാക്കിൽ മറുപടി ഉയർത്തി, ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ലല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പക്ഷേ അല്പസമയം മുൻപ് വട്ടിയൂർക്കാവിലെ KM മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ CPM BJP ബാന്ധവുമുണ്ട്, അല്ലെങ്കിൽ CPM BJP ഡീലുണ്ടെന്ന് അദ്ദേഹം ഓൺ ചെയ്യുന്നു. പക്ഷേ വി ഡി സതീശനപ്പുറം കേരളത്തിലെ കോൺഗ്രസിന്റെ ഫേസുകളിൽ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഫേസുകൾ ഈ ഡീൽ വിവാദത്തെ ഓൺ ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം BJP-യുടെ കേസാണ്. BJP-യെ അതിൽ പറയേണ്ട സത്യം പറഞ്ഞാൽ BJP അല്ലേ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ അവർക്ക് വലിയ മുൻതൂക്കമുള്ള
എന്താണ് അവർ ഘട്ടം ഘട്ടമായി വോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ അവരുടെ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത തൃപ്പൂണിത്തറയിൽ അപ്രധാനമായൊരു നമ്മൾ സ്ഥാനത്ത് ചെറുതാന്ന് പറയല്ല, പക്ഷേ സാബു ജേക്കബ് മത്സരിക്കും എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഒരു അപ്രധാനമായ സ്ഥാനത്ത് ഇട്ടേക്കാണ്. അതിനുള്ളിൽ BJPക്ക് അകത്ത് വലിയ കലാപം നടക്കുകയാണ് ഇപ്പോൾ അവിടെ. ഞാൻ പറഞ്ഞത് നേർക്കുനേർ, നാണം കെട്ട പാർട്ടി എന്നതിനപ്പുറം, അല്ലെങ്കിൽ നേരെ ദിലീപേട്ടൻ പറഞ്ഞതുപോലെ അവർ ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, സീറ്റ് കൊടുക്കണം എന്ന് കലാപമൊന്നും നടക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു കുറച്ചുകൂടി അല്ല, കലാപം നടക്കുന്നില്ല. അല്ല, ഒരു ഫുൾ പ്രൂഫായ മറുപടി പറയാൻ BJP രാജീവ് ചന്ദ്രശേഖർ ബാധ്യസ്ഥല്ലേ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അഷ്മി, ഇക്കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയമായി കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അതായത് സാധാരണഗതിയിൽ BJP കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഉപയോഗിക്കുന്ന നറേറ്റീവ് അല്ല. അവർ അടിമുടി വ്യത്യസ്തമാണ്. അവർ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ ഈ പറയുന്ന ഡീല് വിവാദത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത് പാലക്കാട്ടെ വിഷയത്തിലാണ്. VD സതീശൻ പാലക്കാട് ഉയർത്തിയപ്പോഴാണ്. പറഞ്ഞതിനുശേഷം മറ്റു മണ്ഡലങ്ങളെക്കുറിച്ച് VD സതീശൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ പാലക്കാട്ട് വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഈ ശോഭാ സുരേന്ദ്രൻ ജയിക്കും, അവരുടെ ജനപ്രീതി കണ്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഒരുതരം കാര്യം എന്നുള്ളതാണ്. പാലക്കാട് മണ്ഡലത്തിൽ BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഡീൽ ഉറപ്പിക്കാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം രണ്ടാമത് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ ദുർബലമാണ് CPM എന്ന് പറയുന്നിടത്ത് ഈ റസാക്കിനെ പോലെയുള്ള, അവിടെ NMR റസാക്കിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു പൊതുസമ്മതൻ എന്നറിയപ്പെടുന്ന തരത്തിലേക്ക് ഒരാളെ CPM പ്ലേസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അത് BJP ഏതെങ്കിലും തരത്തിൽ ഓൺ ചെയ്യാതിരിക്കുകയാണ് പാലക്കാടിനെ സംബന്ധിച്ച് അവർക്ക് നല്ലത്. പക്ഷേ മറ്റു മണ്ഡലങ്ങൾ, ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തുറയാണെങ്കിലും മറ്റു മണ്ഡലങ്ങൾ, അത് കേവലം ആ മണ്ഡലങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന വട്ടിയൂർക്കാവരടക്കം സ്വാഭാവികമായും നമുക്കറിയാം നെക്ക് ടു നെക്ക് ഫൈറ്റ് നടത്തുന്ന മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഡീൽ വിവാദം തിരിച്ചു കൊത്തരുത്, അല്ലെങ്കിൽ അവരുടെ A+ മണ്ഡലങ്ങളെന്ന് അവർ കരുതുന്ന, ഞാൻ ആവർത്തിച്ചു പറയുന്നു, BJP ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ 140-ൽ പകുതിയോളം മണ്ഡലങ്ങൾ പോട്ടെ, 30% മണ്ഡലങ്ങളിലെങ്കിലും അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ ക്യാമ്പയിൻ അല്ലെങ്കിൽ അവരുടെ കൃത്യമായ മിഷണറി ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും നമുക്ക് BJPയിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം 5 ആണ്, 5 എന്നാണ് അവർ ഉന്നയിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഈ ഡീൽ വിവാദം ബാധിക്കരുത് എന്നുള്ളൊരു ചിന്ത രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ആരോപണം മയപ്പെടുത്തുന്നത്.